കിഴക്കൻ ജെറുസലേമിൽ കുടിയേറ്റം വ്യാപകമാക്കാനുള്ള നടപടികൾ ഇസ്രയേൽ ഊർജിതമാക്കി. അൽ അക്സ പള്ളിക്ക് തെക്കുള്ള സിൽവാനിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ പലസ്തീൻകാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കുടിയേറ്റക്കാർ സിൽവാനിൽ നിർമ്മിച്ച 40ഓളം കെട്ടിടങ്ങളിൽ ഇസ്രയേൽ പതാകകൾ ഉയർത്തി. ജില്ലയുടെ മറ്റു ഭാഗങ്ങൾ നേരത്തെ കുടിയേറ്റക്കാർ സ്വന്തമാക്കിയിരുന്നു. കുടിയേറ്റക്കാർക്ക് ഭൂമി വിൽക്കാൻ വിസമ്മതിച്ചതോടെയാണ് 32 പലസ്തീൻ കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ അവസാനത്തെയാളുടെ മൃതദേഹവും ഇസ്രയേലിന് കൈമാറിയതോടെ സമാധാന പദ്ധതിയിൽ നിർണായകമായ പുരോഗതിയുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പരിശോധന പൂർത്തിയായാലുടൻ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റാഫ പാത ഭാഗികമായി തുറക്കുമെന്നാണ് ഇസ്രയേൽ സേന അറിയിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് ദക്ഷിണ ഇസ്രയേലിൽ ആക്രമണം നടത്തിയപ്പോൾ പരിക്കേറ്റ് മരിച്ച പോലീസ് ഓഫീസർ റാൻ ഗിവിലിന്റെ മൃതദേഹമാണ് കൈമാറിയത്. ഹമാസ് ബന്ദികളാക്കിയ 251 ഇസ്രയേലുകാരിൽ ഗിവിലും ഉണ്ടായിരുന്നു. മൃതദേഹം ഇസ്രയേൽ കൊണ്ടുവന്ന് സംസ്കരിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ 48 ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇതിൽ ബന്ദികളായിരിക്കെ മരിച്ച 28 പേരെ അടക്കം ചെയ്ത സ്ഥലം ഹമാസ് കണ്ടെത്തി മൃതദേഹം വീണ്ടെടുത്ത് കൈമാറുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന ബോർഡിൽ ചേരാൻ വിസമ്മതം അറിയിച്ച സ്പെയിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും പലസ്തീൻ അതോറിറ്റിയെ ബോർഡിൽ ഉൾപ്പെടുത്താത്തതും കാരണങ്ങളായി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അറിയിച്ചു. അതേസമയം ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് ഗാസയുടെ പേരിൽ ബോർഡിൽ ചേരാൻ തയ്യാറായെങ്കിലും നിലവിലെ രൂപത്തിൽ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിവാദ പദ്ധതി ഐക്യരാഷ്ട്രസഭയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കകളും നിലനിൽക്കുകയാണ്. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ബ്രസൽസിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനത്ത് വെച്ചാണ് ഇക്കാര്യം അറിയിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതും പലസ്തീൻ അതോറിറ്റിയെ ഉൾപ്പെടുത്താത്തതും കാരണങ്ങളായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാലസ്തീന്റെ ഭാവി പൂർണ്ണമായും പാലസ്തീനികൾ തന്നെ തീരുമാനിക്കേണ്ടതാണെന്നാണ് സാഞ്ചസ് പറഞ്ഞത്. ട്രംപിന്റെ ഈ വിവാദ സമാധാന ബോർഡിൽ ചേരുന്നതിൽ UK, ഫ്രാൻസ് തുടങ്ങിയ US സഖ്യകക്ഷികളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണിക്ക് ബോർഡിലേക്ക് നൽകിയിരുന്ന ക്ഷണം ട്രംപ് പിൻവലിച്ചു. വ്യാഴാഴ്ച ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇതുവരെ രൂപീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നേതാക്കളുടെ ബോർഡിൽ കാനഡയെ ഉൾപ്പെടുത്താനുള്ള ക്ഷണം ബോർഡ് ഓഫ് പീസ് പിൻവലിക്കുകയാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. നേരത്തെ കനേഡിയൻ സർക്കാർ ബോർഡിൽ ചേരുമെന്ന് സൂചന നൽകിയിരുന്നു. ചൊവ്വാഴ്ച ലോക സാമ്പത്തിക ഫോറത്തിൽ ഡാവോസിൽ വെച്ച് കാർണി US നയങ്ങളെയും ആധിപത്യത്തെയും വിമർശിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നടപടിയും എത്തിയത്. 2 വർഷക്കാലത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളുടെ പിന്നാലെ ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനും വേണ്ടിയാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. ബോർഡിന്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിൽ ട്രംപിന്റെ മരുമകൻ ജേഡ് കുഷ്നർ, മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ഉൾപ്പെടുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും ഈജിപ്ത്, തുർക്കി, ജോർദാൻ എന്നിവരും ട്രംപിന്റെ ബോർഡിൽ ചേരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇസ്രയേലും ബോർഡിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് പ്രകാരം ഗാസയിൽ ഒരു സാങ്കേതിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള US പ്രഖ്യാപനവും വന്നിരുന്നു. ബോർഡ് ഗാസയുടെ പരിവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ 15 അംഗ പലസ്തീൻ സാങ്കേതിക സമിതിയെ നിയമിക്കുന്നുമുണ്ട്. ഈ ബോർഡിൽ പലസ്തീനികൾ ആരും തന്നെ ഇല്ല എന്നതും ഒരു പ്രധാന ആശങ്കയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.